ബ്രിഡ്ജ് റൊട്ടേറ്റ് ആവുന്ന കുപ്പായം വിട്ട കുതിരകൾ. കുപ്പായം വിട്ട കുതിരകളാണ്. ഒന്നിനുണ്ട്, പിന്നെ ഇവിടെ ഒന്നിന്. ഞാൻ വെച്ചോളാം. നമ്മുടെ സൈക്കിൾ കൂടെ അല്ലാത്തോണ്ടാണ്. നമ്മുടെ ആണെങ്കിൽ പറഞ്ഞു വീണാലും കുഴപ്പമില്ലല്ലോ. ഇതെന്താ പുറത്ത് ചാക്ക്? സോയിലാണ്. ഓ, ഫോർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. യെസ്. ഇവിടെ കുറേ കുതിരകളുണ്ട്. കുതിരകൾ പ്രത്യേകതയൊന്നുമില്ല, പക്ഷെ കുതിരകൾക്ക് കുപ്പായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുപ്പായം ഇട്ട കുതിരകൾ. കുപ്പായമിട്ട കുതിരകളാണ്. ഒന്നിനുണ്ട്, പിന്നെ ഇവിടെ ഒന്നിന് കുപ്പായിട്ട് കൊടുത്തണ. ഇതെന്തിനാന്ന് മനസ്സിലാവുന്നില്ല. കേക്ക് തണുക്കുന്നതിനാണോ ഇതെന്തിനാന്നുള്ളത് അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. താഴെ 2-3 എണ്ണത്തിന് ഇട്ടെടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഇട്ടിട്ടില്ല. 2-3 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിനൊന്നും ഇല്ല. ഇത് കാര്യമായിട്ട് പുല്ല് തിന്നല്ല. മറ്റേ മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലത്തെ കുതിരകളുണ്ടെങ്കിൽ ആ പുല്ലൊക്കെ തീർന്നോളും. ഇങ്ങനെ ഇതാ നമ്മൾ ഗോതംബർഗ് സെൻട്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. സിറ്റിയുടെ എൻട്രൻസിലാണല്ലോ ഇപ്പം. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ടൗണാണ്. വളരെ ചെറുതല്ല, കുറച്ച് വലുപ്പമുള്ളൊരു സ്ഥലമാണ്. സിറ്റി ലിമിറ്റ് കയറി ഇനി അങ്ങോട്ട് നല്ല ക്രൗഡായിരിക്കും. ഇപ്പോൾ വരുന്ന വഴിക്ക് 2-3 ഇന്ത്യക്കാരെയൊക്കെ കണ്ടു. ഇന്ത്യക്കാരെ മീൻസ് പാപ്പനും അമ്മാമ്മയും ഇങ്ങനെ റോഡ് സൈഡിൽ ബെഞ്ചിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടിട്ട് ഇന്ത്യക്കാരാണെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ നേരെ പോയി സംസാരിച്ചു. അവർ തമിഴ്നാട്ടിൽ നിന്നാണ്. അവരുടെ മകനും ഇവിടെ വർക്ക് ചെയ്യുക. അവരിവിടെ വന്ന ഹായ്. ഇത് നോക്ക്, വെള്ളത്തിൻ്റെ ലെവല് ഓൾമോസ്റ്റ് ഗ്രൗണ്ട് ലെവലായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്ഥലം. ഇവിടെയൊക്കെ ഒരാൾ ഹായ്. ഇത് ബ്ലാക്ക് വാട്ടറാണോ എന്താണ് സംഭവം എന്നറിയില്ല. ഇപ്പൊ സമയം വൈകിട്ട് 3 മണിയായി. ഉച്ചയ്ക്ക് 3 മണിക്ക് ഓരോരുത്തർ ഓടുന്ന കണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ ആരെങ്കിലും ഓടുമോ ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെ? ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. നട്ടുച്ചയ്ക്ക് ഇതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ റോഡ് സൈഡിൽ നിന്ന പ്രശ്നമാണ്. റോഡ് മുറിച്ച് കടക്ക് എന്നറിയും. ഒരു വണ്ടി നിർത്തിയിട്ട് നമ്മളെ കൊണ്ട് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പറയും. പക്ഷെ നമുക്ക് റോഡ് മുറിച്ച് കടക്കാനില്ലെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് അവസാനം ഞാൻ സിഗ്നൽ കൊടുക്കുക, നിങ്ങൾ പോയിക്കോ, ഞാൻ പോകുന്നില്ല. അന്നേരം എടുത്തു പോകും. ഒരു സ്റ്റേഡിയമാണ്. ഇനി അവിടെ പോകണ്ട നോക്കട്ടെ. കുറേ ആൾ വെയിൽ കൊള്ളാനായിട്ട് ഇരിക്കുന്നതാണല്ലോ. മൊത്തം സൈക്കിൾ റൂട്ടാണ്.
എവിടെ പോവുകയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും സൈക്കിൾ റൂട്ട്. നമ്മൾ ഓസ്ട്രിയയിലെ വിയന്നയിലൊക്കെ പോയതുപോലെ ഡെൻമാർക്ക്, വിയന്ന, ഇതാണ് ഗോതംബർഗ്. ഒരു ഷിപ്പ് വരുന്നുണ്ട്. ആ ഷിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഈ ബ്രിഡ്ജ് ഇപ്പം അടച്ചതാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ കൺഫ്യൂസ്ഡായി. ഇതിന് മുകളിൽ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ബെല്ലിങ്ങനെ അടിയുന്നു. ആ ഷിപ്പ് വരുമ്പോൾ ഈ ബ്രിഡ്ജ് ഓപ്പൺ ആവും. ഞാൻ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാണ് ഗോതംബർഗ്. അത്യാവശ്യം വലിയ സിറ്റി ആട്ടോ. ഞാൻ കുറേ നേരമായി ഈ സിറ്റിയിൽ എൻ്റർ ചെയ്തിട്ട് ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനിയുണ്ട് റൂമിലേക്ക് കുറേ ദൂരം. ബ്രിഡ്ജ് ഇത് പൊന്തുന്ന. ഞാൻ ഇപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പാസ് ചെയ്താണ്. ആ ബ്രിഡ്ജ് ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത്. ബ്രിഡ്ജ് റൊട്ടേറ്റ് ആയി. ബ്രിഡ്ജ് അത് റൊട്ടേറ്റ് ആവുന്ന. കറക്റ്റ് ടൈമിന് ഞാൻ അവിടെ എത്തി. അവിടെ സെൻട്രൽ സാധനം കണ്ട, അതിൻ്റെ മുകളിലാണ് ഫുൾ പരിപാടി. വേറെ എവിടെയും സപ്പോർട്ടില്ല. ഇങ്ങനെ തിരിയുന്ന. അമേസിങ്. ഇത് മാത്രമല്ല, അവിടെ ഒരു 2 എണ്ണം ഉണ്ട്. അവിടെ അതാ റൊട്ടേറ്റ് ആവുന്ന. ഇതേപോലെ 2 റൊട്ടേറ്റ് ആയി. ട്രെയിനൊക്കെ ഇവിടുന്ന് മുറിഞ്ഞിട്ടാ. ട്രെയിനിൻ്റെ പാളമൊക്കെ എല്ലാം അതും റൊട്ടേറ്റായി. ഇത് റൊട്ടേറ്റായി. ഇനിയിപ്പോൾ ബ്രിഡ്ജ് ഇതിലൂടെ പാസ് ചെയ്യാം. അല്ല, ഷിപ്പ് ഇതിലൂടെ പാസ് ചെയ്യാം. ഇനി ആ ഷിപ്പ് ഇപ്പം വരും. ആണോ പോകുന്നത്? ഈസ് ദിസ് സ്മോൾ വൺ? ചെറുത് പോയി. അതിൻ്റെ കൂടെ ചിലപ്പോൾ വലുതും പോകുന്നത്. ചെറുതിന് ഭയങ്കര, ചെറുതിനെക്കാട്ടും വലിയ ഹൈറ്റാണ്. ബിഗ് ഓൾസോ കമ്മിങ്. ഞാൻ വന്നത് കറക്റ്റ് ടൈം, അതുകൊണ്ട് ഇത് കാണാൻ പറ്റും. അത് പോയി. ഇനി ബ്രിഡ്ജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. യെസ്, വീണ്ടും ബ്രിഡ്ജ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നു. എൻ്റെ താമസം ഇതാ അവിടെയാണ് കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് എനിക്ക് താമസം റെഡിയാക്കിയിട്ടുള്ളത്. അത് ഗസ്റ്റ് ഹൗസാണ്. ഹായ്. ആ കാണുന്ന സ്ഥലത്താണ് റെഡിയാക്കിയത്. നല്ല കാറ്റാണ്. ഇറങ്ങി ഉന്തിക്കൊണ്ടിരിക്കുക.
എവിടെയാ സ്റ്റേ? വഴിയൊക്കെയാണ് ഗൂഗിൾ കാണിച്ചു തരുന്നത്. ഇതാണ് നമ്മളെ റിസീവ് ചെയ്ത ഇവിടെ സ്ഥലത്തിന് ഗോത്തംബർഗ്. ശരിക്ക് പ്രൊനൗൺസിയേഷൻ എന്താ? ഗോത്തബ്രി എന്നാ? അല്ലാതെ നമ്മൾ പറയുന്നത് ഗോത്തംബർഗ് ഒന്നും അല്ലേ? ഓക്കെ. പുള്ളി കോഴിക്കോട്ടുകാരനാണ്. ഒന്ന് പേരും ദീപക്. ഇവിടെ എത്ര വർഷമായി? 5 വർഷം 6 വർഷം. ഫാമിലി ആയിട്ട് ഇവിടെ പറ്റില്ല. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇത് ജസ്റ്റിൻ, കൊല്ലം, ആലപ്പുഴ. ഓക്കെ. എന്തോ കശുവണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വൈഫ് എങ്ങനെ കൊല്ലം കണക്ട് ചെയ്ത്. ഓക്കെ. രണ്ടാളും ഇവിടെ IT വർക്ക് ചെയ്യാണ്. അത് പുള്ളി പോയോ? അവനെ കണ്ടിട്ടാ ഞാൻ വീഡിയോ എടുത്ത്. വാ ഇങ്ങോട്ട് വാ. എന്റെ പേര് പറ. നോവ. ഏത് ക്ലാസ്സിലാ? ഓക്കെ. എനിക്ക് 2 ആളാണ്. അടിപൊളി ചായ ആണ്. 2ാമത്തെ ക്ലാസ് അത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോയിട്ടോ മസാല എന്തോ. കുറച്ചും കൂടി സ്പീഡ് പോണം. അത് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യണം. ബ്യൂട്ടിഫുൾ സ്ഥലം. ഇഷ്ടായി. ഒരു കുന്നിന് മുകളിലാന്ന് തോന്നുന്നല്ലേ? ഞാൻ വെച്ചോളാം. നമ്മുടെ സൈക്കിൾ കൂടെ അല്ലാത്തോണ്ടാണ്. നമ്മുടെ നാടൊക്കെ പറഞ്ഞു വീണാലും കുഴപ്പമില്ലല്ലോ. ഇതാണ്. നല്ല അടിപൊളി സെറ്റപ്പാണല്ലോ. ചാരി വെക്കുന്നേക്കും നല്ലത്. സ്റ്റാൻഡിന് അധികം വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ ആയിരിക്കും നല്ലത്. ഞാൻ വെച്ചോളാം. കുറച്ച് മലയാളീസിനെ കാണാൻ വന്നിട്ടുണ്ട്. ഒന്ന് എല്ലാവരെയും പരിചയപ്പെടാം. ഇവിടുന്ന് തുടങ്ങാം. ഒന്ന് നിഖിൽ. സ്ഥലവും ഒക്കെ പറയണോ? കോഴിക്കോടാണ്. കോഴിക്കോട്. ഇവിടെ കുറെ വർഷമായോ? 6 വർഷം ഇവിടെ IT വോൾവോ കാസിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എല്ലാരും ആ കമ്പനിയിൽ തന്നെയാണ്? എല്ലാരും ആയിരുന്നു. ആയിരുന്നു. എല്ലാരും വോൾവോ കാസ് 2-3 കമ്പനികളുണ്ട്. എന്തിന്റെ കമ്പനിയാ? നമുക്ക് വോൾവോന്റെ കാറിന്റെ തന്നെ. ഓക്കെ. വോൾവോയുടെ കാർ. ഞാൻ നോക്ക്. ഇങ്ങോട്ട് ഒരാളാ? 2 ആള്. 2ാമത്തെ ആള് 5 മാസം. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? വൈഫ് എറിക്സണില് വർക്ക് ചെയ്യുന്നു. എറിക്സണില്. ഓക്കെ. ഇപ്പം മെറ്റേണിറ്റി ലീവ് അല്ല പാരന്റൽ ലീവ് ആണോ? അവിടെ. അത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ഇതാണ് ചെറിയ ആളല്ലേ? ഹായ്. തണുപ്പ് പ്രശ്നമാവോ? കൊണ്ടുപോകണം. പേര്, സ്ഥലം? കൃഷ്ണകിരൺ. ഒന്നും പറയുന്നില്ല. തിരുവനന്തപുരം നാട്ടില്. ഇവിടെ വോൾവോ ബസ്. വോൾവോ കാർസ് വേറെ കമ്പനിയാണ്, ചൈനീസ് കമ്പനിയാണ്. വോൾവോ ഗ്രൂപ്പ് ട്രക്ക് ബസ്. അപ്പൊ രണ്ടും ഒരേ ഇതിൽ പെട്ടല്ല? ബസ്സും കാറൊക്കെ അതിങ്ങനെ ചില ഇനി വോൾവോക്കാർ വാങ്ങാതിരുന്നിട്ട് അവസാനം ലാഭം ചൈനീസ് കമ്പനി ആയിട്ട് വേണല്ലേ? സത്യം പറയണം. അല്ല, ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് ചൈന കമ്പനിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ശരിക്കും ചൈന കമ്പനിയാ? ബസ്സോ? വോൾവോ ബസ് അല്ല, വോൾവോ കാർസ് മാത്രം. കാര്യം ഇത് പണ്ട് സെയിം ഗ്രൂപ്പ് ആയിരുന്നു. പക്ഷെ അവര് ഫോർഡിന് വിറ്റു. പിന്നെ ഫോർഡ് ചൈനക്ക്. ഞാൻ സൗദിയിലുള്ളപ്പോ കൊറേ ജീലി കണ്ടിട്ടുണ്ട്. പേര് സോന, നാട് മൂവാറ്റുപുഴ. ഓക്കെ. ഇവിടെ കുറെ വർഷമായോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെ ഞാന് വോൾവോ കാസിൽ കിട്ടി, അങ്ങനെയാണ് വന്നത്. ഇപ്പൊ സ്കാനിയറിൽ വർക്ക് ചെയ്യുന്നു. സ്കാനിയർ.
കേട്ട കമ്പനികളൊക്കെ സ്കാനിയ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. പിന്നെ ഫാമിലി വൈഫ് വന്നില്ല? വൈഫ് വീട്ടിലുണ്ട്, ഇപ്പം വരും. ഇവിടെ ഫുള്ള് മലയാളീസ് ഇവിടെ ഞങ്ങളെ കൂടെ ഉള്ള ഇവിടെ വന്നു, ഇവിടെ താമസിച്ചു. ഇവിടെ ഇപ്പൊ കുറഞ്ഞു കേട്ടോ. കുറഞ്ഞതാ? ഒരു സമയത്ത് എത്രയാ 10 ഈ ഏരിയയിൽ തന്നെ 12 ഫാമിലിയിലാണ്. ഇവിടുത്തെ അതാണ് കോളനി സ്റ്റാർട്ട് ചെയ്തത്. അതാണ് സാധാരണ ചില രാജ്യത്തൊക്കെ ഇന്ത്യക്കാർക്ക് റൂം കിട്ടില്ല. കാരണം ഓര് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇങ്ങനെ കുറെ ആളെ കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ പോയി ഇപ്പൊ. പോയതാ? കുറെ ആൾക്കാർ UK പോയി, കുറച്ച് ആൾക്കാർ തിരിച്ച് ഇന്ത്യയിലോട്ട് പോയി. ഏകദേശം എത്ര പേരുണ്ടാവും ഈ ഗോതംബർഗിൽ മലയാളീസ് ഒക്കെ? ഓണം തന്നെ എത്രയാണ്? 400 സുഖമായിട്ട് വരുന്നുണ്ട്. 1000+ ഉണ്ടാവും. അത്രയൊക്കെ ഉണ്ട്? 1000 ഗോതംബർഗ് മാത്രമാണ്. ബാക്കിയുള്ള 3-4 വർഷം മുന്നേ അന്ന് 300 പേര് ഓണത്തിനോട് വന്നു. അല്ല, ഗോതംബർഗിൽ നമ്മളിതാ ദീപക് ഭായിന്റെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇവരെല്ലാവരും വോൾവോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും വോൾവോ എന്നാ യൂസ് ചെയ്യുന്നത്? ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 18 80%? 180. ഓക്കെ. പിന്നെ ലീസ് ആണെങ്കിലും ഓക്കെ I'll do it. നമ്മളിതാ വീട്ടിലെത്തി. ഇതാണ് വീട്, 11C. ഇവരിങ്ങോട്ട് മാറിയിട്ട് 6 months ആയിട്ടുള്ളൂ. ഇതാണ് ഹൗസ്. ഇതെന്താ പുറത്ത് ചാക്ക്? സോയിലാണ്. ഫോർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി. Uncle, are you vegetarian? No. Okay, because it looks like you're vegetarian. Hey, no. ഇത് വെച്ചിട്ട് നടുവാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ചെടികളുണ്ടാവും. ചെടികളാണ്. അപ്പം അങ്ങനെ വാങ്ങിച്ചു. ഈ ഏരിയ ഫുൾ ആ. ചെയ്യാൻ പോവാ? ഈ കാണുന്ന മൊത്തം ഈ നിങ്ങളുടെ? ഒരു ചെടി നോക്കി, യെല്ലോ ഇതായിട്ടുള്ള. ഞാൻ ഇവിടെയൊക്കെ എല്ലാം പറിച്ചു കളഞ്ഞ് ഇതാക്കണം വിചാരിച്ചാൽ അതിനിടയ്ക്ക് ഈ ചെടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് തന്നെ വന്നത്? മുന്നത്തെ ആളുകൾ നട്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കുറെ തുളിപ്സും അങ്ങനത്തെ അത് ഇതൊക്കെ ഞാൻ നട്ടെ. കുറച്ച് ഏരിയ പുറത്ത് നല്ല സെറ്റാക്കാനുണ്ടല്ലേ കുറച്ച്. എവിടെ വരെ ഉണ്ട് ഇത് വാങ്ങിച്ച പ്രോപ്പർട്ടി? ആ കെട്ടിടത്തിന്റെ തൊട്ട് ബാക്കിൽ വരെയായിട്ട്. ഓക്കെ. ഇത്രയാണ് ശരിയാക്കി എടുത്തു. ആ കോമ്പൗണ്ട് മൊത്തം ഇങ്ങനെ ചെടി വെക്കുന്നതാണല്ലോ, ഒരു വാള് പോലെ. ഓൾറെഡി അവിടെ ചെടി ആയിരുന്നു, ഇവിടെ വരെ ചെടിയായിരുന്നു. അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. എന്നിട്ട് കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് ആപ്പിൾ ട്രീ. പുറകിൽ എന്തൊക്കെയുണ്ടല്ലോ. ഇതിനകത്ത് മണ്ണ് നിറച്ച് വെജിറ്റബിൾസ് നടണം. അതിനാണ് അവിടെ box കാര്യമായിട്ട് പണിയിലാണല്ലോ ഇവിടെയൊക്കെ. ആപ്പിൾ ട്രീ ആണ്. എപ്പോഴുണ്ടാവും ആപ്പിള്? ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയം. ഇത് കുക്കിംഗ് ആപ്പിളാണ്. കുക്കിംഗ് ആപ്പിൾ? ഇങ്ങനെ ആപ്പിൾ പൈ ഒക്കെ ഉണ്ടാക്കില്ലേ? ഓക്കെ. ഞാൻ വരുന്ന വഴിക്ക് കുറെ ആപ്പിൾ പറിച്ച് കഴിച്ചിട്ടുണ്ട് തുർക്കിന്നും. ബാക്ക് സൈഡ് ഇത് എന്ത് ഏരിയ? അവിടെ വരെയാണ് നമ്മുടെ. അതിന്റെ അപ്പുറത്തേക്ക് ആരെങ്കിലും ലാൻഡ് ആണോ എനിക്കറിയില്ല. ഇവിടെയാണ് ബോർഡർ വരുന്നത്. ഇത് നല്ല പിന്നെ അതും കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയല്ലേ ഇത്? ഇത് ഒരു കട്ടിംഗ് മെഷീൻ ഉണ്ട്, അത് വെച്ചിട്ട് ഓരോന്നും അങ്ങനെ കട്ട് ചെയ്ത് എടുത്താണ്. 2-3 എണ്ണം ഞങ്ങൾ വാങ്ങിച്ചു. ഓക്കെ. സീഡായിട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കിയത്. ഇത് പുറത്തായിരുന്നു നട്ടിരുന്നത്, ഇത് ഉള്ളിലേക്ക് ആക്കിയതാണ്. ഇവിടെ ഡിയേഴ്സിന്റെ ബെസ്റ്റ് ഫേവറേറ്റ് ഫുഡാണ് തുളിപ്സ്. അതെനിക്ക് അറിഞ്ഞിരുന്നു. അടുത്ത വീട്ടിൽ അവര് പറഞ്ഞു അവര് ബ്ലഡ് മീൽ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. അപ്പം അത് തന്നെ ബ്ലഡിന്റെ സ്മെല്ലുള്ള എന്തോ ഒരു പൗഡറാണ്. അപ്പൊ അതുണ്ടെങ്കിൽ ഡിയേഴ്സ് അത്രയും വരത്തില്ല. ഇവിടെയൊക്കെ ഡിയേഴ്സ് വരും. നമ്മളിതാ ചിക്കൻ ബിരിയാണി
ചിക്കൻ പൊരിച്ചതും മാങ്ങ അച്ചാറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്. എടേ